എല്ലാം നിനക്കൊരു സ്വപ്നമായിട്ട് തോന്നുകയാണെന്നോ? ജീവിതം എന്ന് പറയുന്നത് തന്നെ വലിയൊരു സ്വപ്നമല്ലേ കുട്ടി? ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള സുദീർഘമായ സ്വപ്നം. ആ സ്വപ്നം ഒരു ദുസ്വപ്നമാവണോ അതോ ഓർക്കാൻ സുഖമുള്ളൊരു സ്വപ്നമാകണോ എന്ന് തീരുമാനിക്കുന്നത് ഓരോരുത്തരുടെയും കർമ്മഫലമാണ്. നീ പറഞ്ഞത് ശരിയാ. ആ കുട്ടി സ്വന്തം ഭർത്താവിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുന്നുണ്ട്. ഇപ്പൊ നിനക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ ദേവുട്ടി? പണവും സമ്പത്തും എല്ലാം ഉണ്ടായിട്ടും സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും വേണ്ടി മനുഷ്യൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നുവെന്ന്. സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ഒന്നുമില്ലാത്തവരെക്കാൾ പോരാടേണ്ടി വരുന്നത് എല്ലാം ഉള്ളവർക്കാണ്. നിന്റെ ആശയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിധിക്ക് സ്വന്തം ഭർത്താവിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയുമോന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ ദേവുട്ടി, നന്മ തിന്മകളുടെ പോരാട്ടമാണ് മനുഷ്യജീവിതം. നിധി ദൈവഭയമുള്ള കുട്ടിയാണ്. പക്ഷേ അവളുടെ ശത്രുപക്ഷത്തുള്ളവർ ദൈവത്തെ പോലും സ്വന്തം പണവും സ്വാധീനവും കൊണ്ട് വെല്ലുവിളിക്കുന്ന മനുഷ്യരും. എന്തായാലും ആത്യന്തികമായ വിജയം നന്മയ്ക്ക് മാത്രമായിരിക്കും. നിധിക്ക് അവളുടെ പോരാട്ടം തുടരേണ്ടി വരും. ചിലപ്പോൾ ചില യാതനകൾ സഹിക്കേണ്ടിയും വരും. പക്ഷേ അന്തിമ വിജയം അവളെ നയിക്കുന്ന നന്മയുടെ ഭാഗത്ത് തന്നെയാണ്. എന്തായാലും ആ യുദ്ധത്തിൽ നീയും നിന്റെ ഭാഗം ഭംഗിയായി ചെയ്തു തീർത്തു. ഇനി അല്പം വിശ്രമമാവാം. എന്നാ ഞാൻ ക്ഷേത്രത്തിലേക്ക് ചെല്ലട്ടെ? കിരണേ പറ. ഇല്ലടാ, ഞാൻ ഡെലിവറി സർവീസിന് പോയി തുടങ്ങിയിട്ടില്ല. അമ്മ കുറച്ചുകൂടെ ഒന്ന് ഓക്കെ ആവുന്നവരെ വീട്ടിൽ ഞാൻ തന്നെ വേണം. അത് കഴിഞ്ഞിറങ്ങാന്ന് കരുതി. ഏതായാലും 2-3 ദിവസം കൂടെ കഴിയട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. ഓക്കെടാ, ശരി. കിഷ, എന്താ എന്താ വിളിച്ചേ? കിഷൻ ഇപ്പോഴും എന്നോട് ദേഷ്യമാണല്ലേ? എനിക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല. താണല്ലേ എന്നോട് ദേഷ്യപ്പെട്ടും പിണങ്ങിയൊക്കെ നടക്കുന്നത്. പിന്നെ വെറുതെ തന്നോട് സംസാരിക്കാൻ വന്നിട്ട് തന്റെ വായിലിരിക്കുന്നത് കേൾക്കണ്ടെന്ന് കരുതിയിട്ടാ മിണ്ടാതെ പോയത്. ഐ ആം സോറി കിഷൻ. ഞാൻ കിഷനെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. കിഷൻ പറഞ്ഞതൊക്കെ സത്യമായിരുന്നു എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഐ എം റിയലി സോറി. എന്നോട് ക്ഷമിക്ക് കിഷൻ. ആ അഭിരാജിന്റെ കാര്യം കിഷൻ എന്ന് പറഞ്ഞത് സത്യമാ. അവനൊരു ഗജ ഫ്രോഡാ. അതിപ്പോഴെങ്കിലും തനിക്ക് മനസ്സിലായല്ലോ. ഞാനത് നേരത്തെ മനസ്സിലാക്കിയതുകൊണ്ടാ തനിക്ക് മുന്നറിയിപ്പ് തന്നത്. തന്റെ ബ്രദറിനെ അവന്റെ കമ്പനിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി. അന്ന് അതൊന്നും വിശ്വസിക്കാൻ എനിക്ക് തോന്നിയില്ല കിഷ. ഞാനുമായിട്ട് കൂട്ടുകൂടാൻ വേണ്ടി കിഷൻ ഓരോ കള്ളക്കഥ പറയുവാണെന്ന് ഞാൻ കരുതിയത്. അച്ഛൻ കള്ളനായി പോയതുകൊണ്ട് മകൻ പറയുന്ന കാര്യങ്ങളും കള്ളമാവണമെന്നില്ലല്ലോ. താൻ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ പറഞ്ഞല്ലോ കിഷൻ, അന്നത്തെ എന്റെ മാനസികാവസ്ഥ അങ്ങനെയായിരുന്നു. അതിന്റെ പേരില് കിഷൻ എന്നോട് ഇനിയും ദേഷ്യവും പിണക്കമൊന്നും കാണിക്കരുത്. നമുക്ക് പഴയതുപോലെ ഫ്രണ്ട്സ് ആവാം. എന്താ കിഷൻ, അങ്ങനെയല്ലേ? സൗഹൃദം പുതുക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ ആരാണെന്നും എന്റെ കുടുംബ പശ്ചാത്തലം എന്താണെന്നും അറിഞ്ഞ സ്ഥിതിക്ക് ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. കിഷൻ എന്റെ നല്ലൊരു സുഹൃത്താ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാള്. അതിലപ്പുറം ഒന്നും ഞാൻ ബോധറിയുന്നില്ല. ഇനിയെങ്കിലും എന്നോട് പിണങ്ങില്ലെന്നൊന്ന് പറഞ്ഞൂടെ കിഷ?